വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇന്നലെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ചെയ്ത്, അതായത് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയത്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സപ്പോർട്ടായിട്ട്. അതുപോലെ തന്നെ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ് ഇന്ന് എടുത്തിട്ട് ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള ശ്രമം നടത്തുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഓൾ ടൈം ഹൈയുടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇന്ന് ബി ടി സിയിൽ മാർക്ക് ചെയ്യുന്നത്. ബി ടി സിയിൽ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലത്തെ ഒരു വലിയ മൂവ്മെൻറ്റിന് ശേഷം ഇന്നൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. 2-3 ക്യാൻഡിലായി അവിടെ ഒരു വീക്ക്നെസ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള, കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് 4 ഹവറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം. ഓൾറെഡി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഇംബാലൻസ് അതുപോലെ തന്നെ 4 ഹവറിൽ നിൽക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് നിൽക്കുന്നുണ്ട്. ആ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല, 4 ഹവറിൻ്റെ എത്തിയിട്ടില്ല, പക്ഷേ ഡെയിലിയുടെ ഓൾറെഡി എടുത്തതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇംബാലൻസ് വാലിഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്ന ഏരിയ, ആ ഒരു ഏരിയനെ സപ്പോർട്ടായി എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിനെ മാർക്കറ്റ് വന്ന് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ട് ഏരിയാസ് ഉണ്ട്. ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം അവിടെ വന്നിട്ട് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തതാണ്, എന്നിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. എനിവേ, ഈ ഡേയുടെ ഇംബാലൻസ് എടുത്തത് കൊണ്ട് തന്നെ കുറച്ച് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നമുക്കത് എവിടം വരെ വരും എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഇനി നമ്മൾ പോകുന്നത് 1 ഹവറിലേക്കാണ്. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. സസ്റ്റെയിൻ ചെയ്യാതെ നല്ല രീതിയിൽ റിജക്ഷൻ അവിടുന്ന് വന്നിട്ടുണ്ട്. ഇനി ആ റിജക്ഷൻ എവിടെ വരെ വരാമെന്നാണ് നോക്കുന്നത്. വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. എനിവേ, നമ്മൾ ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി 4 ഹവറിൽ മാർക്ക് ചെയ്തിട്ടാണ്. എന്തായാലും 1 ഹവറിലും കൂടിയിട്ട് ഈ ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നോക്കിയാൽ കാണാം, അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ആ ഒരു ഇംബാലൻസിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഓരോ ഏരിയകളിലും പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് 4 ഹവറിലും അതുപോലെ തന്നെ 1 ഡേയിലും മാർക്ക് ചെയ്ത് തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല. ഇനി മുകളിലോട്ട് പോയി നോക്കാം. മുകളിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഇംബാലൻസ് അതുപോലെ തന്നെയുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസിനെ നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ മാർക്ക് ചെയ്ത ഓൾ ടൈം ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് 1 ഹവറിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിൻ്റെ എൻട്രി സാധ്യത എന്ന് പറയുന്നത്, ഒന്ന് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്താൽ, നല്ലൊരു ക്യാൻഡിലോട് കൂടി ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൽ എൻട്രി ഉണ്ട്. ആ ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഒരു ഇംബാലൻസിലേക്കായിരിക്കാം, ഈ കാണുന്ന ഇംബാലൻസിലേക്കായിരിക്കണം ടാർഗറ്റ് വെക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ വരെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഒരുപക്ഷെ ഈ ഒരു ഇംബാലൻസിൽ വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട്, നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഈ കാണുന്ന ഏരിയ, അതായത് ഈ കാണുന്ന ഏരിയനെ ബ്രേക്ക് ചെയ്ത് ഇവിടം വരെയൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ നിന്നും അല്ലെങ്കിൽ ഈ ഏരിയയിൽ എത്തുന്ന സമയത്ത് നല്ലൊരു ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്യുകയാണ്, നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെക്സ്റ്റ് ക്യാൻഡിൽ എൻഗൾഫിങ്ങോ അതോ റിജക്ഷൻ ക്യാൻഡിലോ ആവാൻ പാടില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടുന്ന് സെൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് കുറച്ചുകൂടി താഴോട്ട് നോക്കിയാൽ മതി. ഈ ഒരു ഏരിയയിൽ നിന്നെല്ലാം നോക്കിയാൽ മതി. ഒരുപക്ഷെ കുറച്ച് മുകളിലോട്ട്, ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നതിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ലൈൻ, ഈ ഒരു വരച്ചിരിക്കുന്ന ലൈനെ അടുപ്പിച്ച് നമുക്കൊരു സെൽ എൻട്രി സാധ്യത ഉണ്ട്. അതൊരു ഹൈ റിസ്കി ആണ്. ഇവിടെ നിന്ന് എടുക്കുന്നത് ഒരു ഹൈ റിസ്കി ആണ്. കാരണം ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് നല്ലൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എനിവേ, ഈ ഒരു ലൈനിലേക്ക് എത്തുന്ന സമയത്ത് ഒന്ന് നോക്കുക. നോക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ഹൈ റിസ്ക് എൻട്രി ആണ്. ഇതിനെ തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം ഇങ്ങോട്ട് ഇംബാലൻസിലേക്ക് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് എവിടുന്നെങ്കിലും, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് എവിടുന്നെങ്കിലും മാർക്കറ്റ് ഒന്ന് തിരിച്ചു വന്ന് ഈ ലൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും ഒരു സെൽ എൻട്രി സാധ്യത കാണുന്നുണ്ട്. അത് പിന്നെ മറ്റൊരു ബൈ എൻട്രി എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബൈ എൻട്രിക്കുള്ള ചാൻസ് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടിയാലും ഒന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഒന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി റീടെസ്റ്റിന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് കൺഫർമേഷനോട് കൂടിയിട്ട് ഒരു ട്രേഡ് എടുക്കാം. അപ്പോഴും
ഈ ഒരു ഏരിയ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ BTCയിൽ ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി വരുന്നത്. BTCയിലെ ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ BTCയുടെ ഒരു നാച്ചർ എന്ന് പറഞ്ഞാൽ കുറേ ഒരു കൺസോളേഷൻ നടക്കും, പിന്നെ അതിനുശേഷം ഒരു സ്ട്രോങ് മൂവ്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ വ്യക്തമായ കൺഫർമേഷനോട് കൂടി മാത്രം എടുക്കുക, ബ്ലൈൻഡായിട്ട് എടുക്കരുത്. മറ്റുള്ള ഒരു പെയർ പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ കൺസോളേഷനിൽ വന്നുപെട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കണ്ടിങ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ്വുഡുമായിട്ട് ബന്ധപ്പെടാനുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം കയറി ഫിൽ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക.